നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പാമ്പ് കടിയേറ്റാൽ ഉടൻ എന്ത് ചെയ്യണം? പാമ്പ് വിഷബാധയ്ക്ക് പ്രാഥമിക ശുശ്രൂഷ എന്ത്? നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെ? ഈ വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ മനു മാത്യൂസ് ആണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, പാമ്പ് കടി ഏൽക്കുന്നത്, അപ്പോൾ പാമ്പ് കടിയേറ്റാൽ നമ്മൾ ഉടൻ ചെയ്യേണ്ട കുറേ പ്രാഥമിക കാര്യങ്ങളുണ്ട്. ആ പ്രാഥമിക കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാമ്പ് കടി നമ്മുടെ ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത് നമ്മൾ ഒരു റൈറ്റ് എന്ന് പറയും, RIGHT. ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ റീഅഷ്വറൻസ്. ഒരു ആളോട് വളരെ ശാന്തമായിരിക്കുവാൻ പറയണം. ശാന്തമല്ല, പരിഭ്രാന്തനാവുകയാണെങ്കിൽ ഹൃദയമിടിപ്പ് കൂടുകയും പാമ്പിൻ്റെ വിഷം ശരീരത്തെ എല്ലായിടത്തും പെട്ടെന്ന് ബാധിക്കുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം പറയേണ്ടത് കഴിയുന്നതും ഈ കടിയേറ്റ ഭാഗം അനക്കാതിരിക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഇമ്മൊബിലൈസ്, RIGHT എന്ന് പറഞ്ഞ ഇമ്മൊബിലൈസേഷൻ. ഇത് ഈ അനക്കാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പിൻ്റെ വിഷം വളരെ പെട്ടെന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ കൈയുടെയോ കാലിൻ്റെ എല്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പലക വെച്ചിട്ട് നമ്മൾ കെട്ടാറുണ്ട്. എന്ന് വെച്ചാൽ ചലനങ്ങൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കിട്ടുന്നതും നല്ലതാണ്. അത്രത്തോളം നമ്മൾ പാമ്പിൻ്റെ വിഷം പടരുന്നത് കുറയും. അതുപോലെ തന്നെ പാമ്പ് കടിയേറ്റാൽ പെട്ടെന്ന് ചിലപ്പോൾ ആൾ പരിഭ്രാന്തരായി പറമ്പിലാണെങ്കിൽ വീട്ടിനുള്ളിലേക്ക് ഓടും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പിൻ്റെ വിഷം കൂടുതൽ പെട്ടെന്ന് പടരാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളത് RIGH എന്ന് പറഞ്ഞാൽ ഗോ ടു ഹോസ്പിറ്റൽ. പെട്ടെന്ന് തന്നെ ആൻറ്റിവെനം ലഭ്യമായ ഹോസ്പിറ്റലിലേക്ക് ഉടനടി രോഗിയെ എത്തിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ പാമ്പിൻ്റെ വിഷത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ആൻറ്റിവെനം. അത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ്. എത്രയും പെട്ടെന്ന് രോഗിക്ക് അത് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഉള്ളത് RIGHT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൽ ദ ഡോക്ടർ അബൌട്ട് ദ സിംറ്റംസ്. എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് കൃത്യമായി ഡോക്ടറെ അടുത്ത് പറഞ്ഞ്, കടിവായിൽ നിന്ന് രക്തം വരുന്നുണ്ടോ, അല്ലെ കാഴ്ചയ്ക്ക് മങ്ങൽ വരുന്നുണ്ടോ, ഇരട്ടക്കാഴ്ച വരുന്നുണ്ടോ, അങ്ങനത്തെയുള്ള രോഗലക്ഷണങ്ങൾ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ചികിത്സ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പാമ്പ് കടിയേറ്റിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ആദ്യം രോഗിയോട് ആശ്വാസമായിട്ടിരിക്കാൻ പറയുക, പരിഭ്രാന്തനാകരുത്. 2, കടിയേറ്റ ഭാഗം കഴിയുന്നതും ചലനം കുറയ്ക്കുക. ആൻറ്റിവെനം ലഭ്യമായ ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക. രോഗലക്ഷണങ്ങൾ ഡോക്ടറോട് പറയുക. ഇത്രയും കാര്യങ്ങളാണ് ഉടൻ ചെയ്യേണ്ടത്. ഡോക്ടർ, ഈ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു മുറിവ് തൊടാൻ പാടില്ല, മുറിവ് കഴുകാൻ പാടില്ല, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയും. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് മുറിവ് കഴുകി എത്രയും പെട്ടെന്ന് മുറിവ് കഴുകണം, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണിത്? അതെ, പാമ്പ് കടിയേറ്റ് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. ചിലരെന്ത് ചെയ്യും, കടിയേറ്റ ഭാഗത്ത് വലിയ കത്തി കൊണ്ട് മുറിവുണ്ടാക്കും, അശുദ്ധമായ രക്തമൊക്കെ ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റ് പല സ്ഥലത്തും കടിയേറ്റ അപ്പുറത്തും ഇപ്പുറത്തും ചെറിയ മുറിവുകളുണ്ടാക്കും, അശുദ്ധമായ രക്തം കളയുവാൻ വേണ്ടിയിട്ട്. വേറെ ചില നാഗക്കല്ലുകൾ അല്ലെങ്കിൽ സ്നേക്ക് സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ മുകളിലേക്ക്. ഇതെല്ലാം വളരെ അശാസ്ത്രീയമായ തരത്തിലുള്ള പ്രവൃത്തിയാണ്. ഇതൊന്നും കഴിയുന്നതും എപ്പോഴും ഒഴിവാക്കുക. പിന്നെ മുറിവ് കഴുകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്കറിയാം, പട്ടി കടിക്കുകയാണെങ്കിൽ നമ്മളവിടെ മുറിവുകൾ വളരെ തിരുമ്മി ശുദ്ധമായ വെള്ളത്തിൽ സോപ്പ് കൂട്ടി കഴുകണമെന്നാണ് നമ്മൾ പറയുക. എന്നാൽ പാമ്പ് കടിക്ക് അങ്ങനെയല്ല. അതിന് മുകളിലുള്ള മാലിന്യങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് കളഞ്ഞാൽ മാത്രം മതി. അമർത്തി തിരുമ്മരുത്. അമർത്തി തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പിൻ്റെ വിഷം പെട്ടെന്ന് പടരാൻ സഹായിക്കും. അതുകൊണ്ടാണ് നമ്മളത് കഴുകുന്നത് കൊണ്ട് കുഴപ്പമില്ല, വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് അമർത്തി തിരുമ്മി കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യാപിക്കും എന്നതുകൊണ്ടാണ് അത് ചെയ്യാതിരിക്കുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ പല കാര്യങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ പാമ്പ് കടിച്ചതിന് മുകളിലായി കെട്ടിവെക്കുന്നത് മറ്റ് ഭാഗങ്ങളിലേക്ക് ഈ വിഷം എത്തുന്നത് കുറയ്ക്കും, അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്തരം മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? അതെ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ലോജിക്കലായിട്ട് ആലോചിക്കുമ്പോൾ ഒരു പാമ്പിൻ്റെ കടി ഏറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു കെട്ടിട്ടുണ്ടെങ്കിൽ വിഷം മുകളിലേക്ക് കയറാതിരിക്കും എന്നുള്ളതാണ് നമ്മളത് വിചാരിക്കുന്നത്. അതായിരുന്നു മുമ്പത്തെ പല ഗൈഡ് ലൈൻസിലും അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴത് പറയുന്നത് അങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്.
എന്താന്ന് പറഞ്ഞാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഈ കെട്ടുകൾ ചെയ്യുന്നത് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ആർക്കെങ്കിലും പാമ്പ് കടി ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മുകളിൽ വളരെ മുറുക്കി കെട്ടുന്നു. അങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ടിയിരിക്കുന്ന കയ്യിലേക്കോ കാലിലേക്കോ അതിന് ദൂരെയായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ചംക്രമണം വളരെ കുറയുന്നു. ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം രക്തം കിട്ടിയിട്ടില്ലെങ്കിൽ അതിൽ കേട് വരുന്നു, ഡാമേജ് വരുന്നു, നെക്രോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വരുന്നു. ചിലപ്പോൾ നമ്മൾക്ക് അതിന് സാരമായ കേടുപാടുകൾ വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മുറുക്കി കെട്ടരുത് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ കെട്ടുന്നത് ശരിക്കും മറ്റേ വിഷം മുകളിലേക്ക് കയറാതിരിക്കാനുള്ളത് കെട്ടുന്നത്. പക്ഷെ നമ്മൾ എത്ര മുറുക്കി കെട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലൂടെ, അതായത് ലിംഫാറ്റിക്സിലൂടെ അത് മുകളിലേക്ക് കയറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെ മുറുക്കി കെട്ടേണ്ട കാര്യമില്ല, കെട്ടേ വേണ്ട, ഇല്ല, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ മതി എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഡോക്ടർ, നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കൊടകരയിൽ നിന്നും സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, പാമ്പ് കടിച്ചു കഴിഞ്ഞാല് കുരുമുളക് കഴിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നത് പ്രേക്ഷകൻ ചോദിച്ചിരുന്നത് കുരുമുളക്. അത് വളരെയധികം അശാസ്ത്രീയമായ കാര്യങ്ങൾ പാമ്പ് കടിയിൽ ചുറ്റിപ്പറ്റിയുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ആൻറ്റിവെനം ലഭ്യമല്ലാതിരുന്ന ഒരു കാലത്ത്, മരണം ഉറപ്പായിരുന്ന കാലത്ത് ആളുകൾക്ക് അവർക്ക് തോന്നിയിരിക്കുന്ന പോലെ ഒരുപാട് മാർഗങ്ങൾ അവലംബിച്ചിരുന്നു. ഇപ്പോഴും അതിൻ്റെ എല്ലാം ചെറിയ ബാക്കി പത്രങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. ഇത് കുരുമുളക് കഴിക്കുക, മദ്യം കഴിക്കുക, ഇതെല്ലാം വളരെ അശാസ്ത്രീയമായ കാര്യങ്ങളാണ്. അത് കഴിച്ചുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് രോഗലക്ഷണങ്ങൾ നോക്കി ആൻറ്റിവെനം കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യേണ്ട ചികിത്സ. അതല്ലാതെ നമ്മൾ ബാക്കി ഇതിന് ശേഷമുള്ള ഈ പാമ്പ് കടി ഏറ്റ ശേഷമുള്ള ആദ്യത്തെ കുറച്ച് മണിക്കൂറുകളാണ് നമ്മൾ ഗോൾഡൻ അവേഴ്സ് അല്ലെങ്കിൽ സുവർണ മണിക്കൂറുകൾ എന്ന് പറയുന്നത്. അത് ഇത്തരം കാര്യങ്ങളിലേക്ക് പോയി മുറിവൈദ്യന്മാരുടെ അടുത്തും അതല്ലാത്ത അശാസ്ത്രീയമായ മാർഗങ്ങൾ അവരുടെ പോയി ഈ ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെടുത്തുമ്പോഴാണ് കാര്യമായി നമുക്ക് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവുന്നതും മറ്റ് ശരീരം എല്ലായിടത്തും പാമ്പിൻ്റെ വിഷം ബാധിച്ച് ശ്വാസതടസ്സം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനമൊരു കാരണം ഈ താമസമാണ്. ഇത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് നമ്മൾ ആൻറ്റിവെനം കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് വളരെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. അത്തരത്തിലുള്ള യാതൊരു കുരുമുളകോ അതുപോലെ ചിലർ വെളുത്തുള്ളി പറയും, ചിലർ അതിൻ്റെ മുകളിൽ മഞ്ഞൾ തേക്കും, അങ്ങനെ പല അശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട്. അതിലൊന്നും അവലംബിക്കാൻ യാതൊരു കാരണവശാലും ശ്രമിക്കരുത്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു പാമ്പ് കടിയേറ്റാൽ ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാതിരിക്കേണ്ടത്? നമ്മൾ ചെയ്യുന്ന പല അബദ്ധങ്ങളും ഉണ്ട്. അത് മറ്റ് വലിയ ചിലപ്പോൾ മരണത്തിലേക്ക് വരെ കലാശിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാതിരിക്കേണ്ടത്? ഏറ്റവും പ്രധാനം നമ്മൾ ഈ അശാസ്ത്രീയമായ മാർഗങ്ങളിലേക്ക് പോവാതിരിക്കുക. അതായത് മുറിവുകൾ, പാമ്പ് കടിച്ച ഭാഗത്ത് നമ്മൾ മുറിവുണ്ടാക്കി രക്തം ഒഴിച്ച് കളയാൻ നോക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ മഞ്ഞൾ പുരട്ടുക. പിന്നെ മറ്റേത് കല്ലുകൾ, സ്നേക്ക് സ്റ്റോൺസ് അതുപോലത്തെ അത് വെക്കുക. പിന്നെ ബാക്കിയുള്ള പലതരത്തിലുള്ള ചിലർ മൂക്കിലുറ്റിക്കുന്ന മരുന്നുണ്ട്, പിന്നെ കണ്ണിലുറ്റിക്കുന്ന മരുന്നുണ്ട്, ചെവിയിലുറ്റിക്കുന്ന മരുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള അശാസ്ത്രീയമായ മാർഗങ്ങളുമുണ്ട്. അതിലേക്കൊന്നും പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വെച്ചിട്ട് ഇതിൻ്റെ പരിഹാരമായ ആൻറ്റിവെനം എടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഡോക്ടർ, ഈ പാമ്പ് കടിച്ചത് അറിയാതെ പോകുന്നൊരു സാഹചര്യങ്ങളുണ്ടാവും. ഇത് ഡോക്ടർ, അതിലേക്ക് കടക്കാം. നമുക്കൊരു പ്രേക്ഷകന് കൂടി ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്നും ആംജിത്താണ്. ആംജിത്ത്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ചേര അങ്ങനെയുള്ള വിഷമില്ലാത്ത പാമ്പുകളുണ്ടല്ലോ, അത് കടിച്ചു കഴിഞ്ഞാല് നമ്മള് ഹോസ്പിറ്റലിൽ പോകണോ അതോ അല്ലെങ്കിൽ TT അങ്ങനെ എന്തെങ്കിലും എടുത്താ മതിയോ എന്നാണ്. അതെ, അത് സാധാരണ പാമ്പ് കടി ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ TT ഇഞ്ചക്ഷൻ അത് മുമ്പ് അത് അടുത്ത കാലത്ത് എടുത്തിട്ടില്ലെങ്കിൽ TT ഇഞ്ചക്ഷൻ നമ്മൾ എടുക്കാൻ കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ TT അതിൻ്റെ ബാസിലസ് പാമ്പ് കടിയോടുകൂടി ശരീരത്തിൽ പ്രവേശിക്കാമെന്നുള്ളതാണ്. ചേരയാണ് അത് കടിച്ചതെങ്കിൽ അതിൻ്റെ മുറിവ് വലിയ സാരമായ മുറിവില്ല എന്നെങ്കിൽ നമ്മൾ ആൻറ്റിവെനമൊന്നും കൊടുക്കുന്നില്ല. വിഷമില്ലാത്ത പാമ്പാണ്. അപ്പോൾ തന്നെ പ്രാഥമിക ശുശ്രൂഷ മുറിവ് കെട്ടേണ്ടെങ്കിൽ അത് കെട്ടി പിന്നെ വീട്ടിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ചേരയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കണം.
എന്നുവെച്ചാൽ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് രാത്രിയൊക്കെ ആയിരിക്കും പാമ്പ് കടിക്കും, പാമ്പ് കടിച്ചിട്ട് ഒരു അടുത്തുള്ളൊരു പൊന്തക്കാട്ടിലേക്ക് പോകും. ഉടനെ ആൾക്കാരെല്ലാം പാമ്പിനെ തിരിച്ച് പൊന്തക്കാട് മുഴുവൻ തപ്പും. ചിലപ്പോൾ കടിച്ചത് മൂർഖനായിരിക്കും, പക്ഷേ അവർ പൊന്തക്കാടെന്ന് പിടിച്ചുകൊണ്ട് വരുന്ന ചേരയായിരിക്കും. അപ്പോൾ നമുക്ക് തെറ്റിപ്പോവും, കുഴപ്പമൊന്നുമില്ല, ചേരയാണ് കടിച്ചത്, വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ചേരയാണ് അല്ലെങ്കിൽ വിഷമില്ലാത്ത പാമ്പാണെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ പോയി മുറിവ് നോക്കി TT എടുത്തിട്ട് പിന്നെ വീട്ടിലേക്ക് നമ്മൾ വിടുന്നതാണ്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പാമ്പ് കടിച്ചത് അറിയാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഇത് പാമ്പാണ് കടിച്ചത് എന്ന് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഏത് പാമ്പാണ് കടിച്ചത് എന്നറിയാനുള്ള ലക്ഷണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ? അത് പാമ്പ് കടിച്ച് ചിലപ്പോൾ ചിലർ മദ്യം എടുത്ത് കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ശരിയായൊരു ബോധാവസ്ഥയിലായിരിക്കും നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു കുറ്റിച്ചെടി എങ്ങാനും ചിലപ്പോൾ കാലിൽ തട്ടിക്കാണ്. അത് പാമ്പാണോ അല്ലയോ എന്ന് അവർക്ക് പോലും ഒരു ബോധ്യമുണ്ടാവില്ല. കാലിലൊരു ചെറിയൊരു മുറിവ് കാണുന്നുണ്ട്, പാമ്പാണോ അല്ലയോ എന്നുള്ളൊരു സംശയം. അങ്ങനെ പാമ്പ് കടിച്ചതാണോ എന്ന് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും 24 മണിക്കൂർ നേരത്തേക്ക് ഒബ്സർവേഷൻ ചെയ്യുകയുമാണ് ചെയ്യുക. എന്താണെന്ന് പറഞ്ഞാൽ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ ജീവഹാനി വരാമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നുണ്ട്. അതിന് വളരെ ഫലപ്രദമായ മരുന്നുമുണ്ട്, ആൻറ്റിവെനവും ഉണ്ട്. പക്ഷേ ഈ ആൻറ്റിവെനം ഈ പാമ്പ് കടിച്ചിട്ട് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിവെനം വേണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം. അതിനാണ് 24 മണിക്കൂർ നമ്മൾ ഒബ്സർവേഷനിൽ വെക്കുന്നത്. ഈ സമയം കൊണ്ട് രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും, കടിച്ച ഭാഗത്തുള്ള രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നും ബാക്കി ബ്ലഡ് ടെസ്റ്റ്, നമ്മൾ 20 മീൻസ് ഹോൾ ബ്ലഡ് കോട്ടിംഗ് ടൈം എന്ന് പറയും, ഒരു രക്തം കട്ടയാവുന്നുള്ള ടെസ്റ്റ്, ഈ ടെസ്റ്റുകൾ 24 മണിക്കൂർ ചെയ്യുന്നു. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും യാതൊരു പ്രശ്നം ഇല്ലെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം പലപ്പോഴും ചില ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ ക്രേറ്റ് എന്ന് പറയുന്ന ഈ പാമ്പിന് അത് കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കടിവായിൽ യാതൊരു ചേഞ്ചസും ഉണ്ടാവില്ല, അതിന് യാതൊരു നീർവീക്കവും ഒന്നും വരണം എന്നില്ല. അപ്പം അത് ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ട്, മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും നാഡീവ്യൂഹത്തെ ബാധിക്കുന്നത്. അതൊക്കെ നമ്മൾ കടിവായിൽ നീര് ഇല്ല എന്ന് വിചാരിച്ചിട്ട് പാമ്പ് കടിച്ചതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മിസ്സായിപ്പോവും. അപ്പോൾ എപ്പോഴും ഒരു മെഡിക്കൽ ഒപ്പീനിയൻ, വൈദ്യസഹായം നേടുന്നത് നല്ലതാണ്. പിന്നെ വിഷമുള്ള പാമ്പാണെങ്കിൽ സാധാരണയായി കടിച്ച ഭാഗത്ത് നീര് കെട്ടുന്നതാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവിടെ കൂടെ ഇത് അണലിയൊക്കെ കടിച്ചതാണെങ്കിൽ അവിടെ കൂടെ രക്തം ഒഴുകുന്നത് കാണാം, അല്ലെങ്കിൽ മോണയിൽ കൂടെ ബ്ലഡ് വരാം, അല്ലെങ്കിൽ കൺപോടികൾക്ക് കീഴെ ബ്ലഡ് കാണാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മൂത്രത്തിൻ്റെ അളവ്, കിഡ്നിയെ ബാധിക്കുന്നതുകൊണ്ട് മൂത്രത്തിൻ്റെ അളവ് കുറയാം, അങ്ങനത്തെ ലക്ഷണങ്ങളുണ്ടാകും. എന്നാൽ അതേസമയം കോബ്ര അല്ലെങ്കിൽ മൂർഖൻ, ക്രേറ്റ് അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ ഇതൊക്കെ കടിക്കുകയാണെങ്കിൽ പ്രധാനമായും നാഡീവ്യൂഹത്തെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ കൺപോളകൾ മെല്ലെ അടഞ്ഞ് തൂങ്ങാൻ തുടങ്ങുന്നു. പിന്നെ കാണുന്നതെല്ലാം ഡബിളായി, ഇരട്ടയായി കാണുന്ന ഇരട്ടക്കാഴ്ച പോലെ അത് വരുന്നു. ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടാവാം. പിന്നെ ഈ ക്രേറ്റിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കടിക്കുന്ന ഭാഗത്ത് ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാമ്പ് കടിച്ചത് തന്നെയാണോ എന്ന് പോലും നമ്മൾ സംശയിക്കും. കുറച്ച് കഴിഞ്ഞിട്ട്, മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നാഡീവ്യൂഹത്തെ ബാധിച്ച് ഈ പറയുന്ന തരത്തിലുള്ള കൺപോളകൾ തൂങ്ങാനും ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുമായിട്ടുള്ള ലക്ഷണങ്ങൾ വരുന്നത്. പിന്നെ ചില പാമ്പുകൾക്ക്, ഈ മൂർഖനും ക്രേറ്റുമാണെങ്കിൽ നാഡീവ്യൂഹത്തെ ബാധിക്കുന്നു, അണലിയാണെങ്കിൽ രക്തചംക്രമണത്തെ ബാധിക്കുന്നു. അങ്ങനെ നമുക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പറയാം. പക്ഷെ നമ്മുടെ ചികിത്സ, ഒരു പാമ്പ് കടിച്ചിട്ട് ഒരു രോഗി വന്നിട്ടുണ്ടെങ്കിൽ ചികിത്സ നമ്മൾ ആൻറ്റിവെനം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ആ ഒരു തീരുമാനത്തിലെത്തുന്നത് രോഗലക്ഷണങ്ങളും ബ്ലഡ് ടെസ്റ്റും വഴിയാണ്. എന്നുവെച്ചാൽ പലപ്പോഴും പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിലും വിഷം ഉള്ളിലേക്ക് പോവില്ല. ഇതിന് ഡ്രൈ ബൈറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് പാമ്പ് കടിക്കുന്നുണ്ട്, പല്ലുകൾ മനുഷ്യ ശരീരത്തിലേക്ക് പോകുന്നുണ്ട്, പക്ഷേ പാമ്പിൻ്റെ വിഷം അത് കുത്തിവെക്കുന്നില്ല. ഇപ്പം പല കാരണങ്ങളും കൊണ്ടും ചിലപ്പം പാമ്പിൻ്റെ അത് കുത്തുന്ന ആംഗിൾ ശരിയാവാഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ പാമ്പിൻ്റെ ഗ്രന്ഥിയിൽ അത് പാമ്പിന് തന്നെ അത് എല്ലാ ഇതിലും ഇത് വെനം അതിനും പ്രഷ്യസാണ്, എല്ലാ കടിയിലും അത് വെനം ഇഞ്ചെക്റ്റ് ചെയ്യണമെന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡ്രൈ ബൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം കേരളത്തിൽ പ്രധാനമായി കാണുന്ന ഈ വൈപ്പർ ബൈറ്റ്, അണലി കൊണ്ടുള്ള ഈ കടലിൽ 50% ഡ്രൈ ബൈറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഡ്രൈ ബൈറ്റ്സിന് നമ്മൾ ആൻറ്റിവെനം കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ കയറി എന്നുള്ള രോഗലക്ഷണങ്ങൾ കാണുകയോ. ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് പ്രേമനാണ്. പ്രേമൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, നമസ്കാരം സാറേ. നമസ്കാരം. പ്രേമൻ ചോദിച്ചോളൂ.
സാറേ നമസ്കാരം. ആ ചോദിച്ചോ. സാറേ പാമ്പ് കടിച്ചാൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടതാണ് സാറേ. ഹലോ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കൂ. പാമ്പ് കടിച്ചാൽ സാറേ ഫസ്റ്റ് എയ്ഡ് ആണോ ചോദിച്ചത്? സാറേ പാമ്പ് കടിയേറ്റാലേ ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ പാമ്പ് കടിച്ച ഉടനെ ആളെ ഒരു സേഫ് സോണിലേക്ക്, മറ്റേ കാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു സേഫ് സോണിലേക്ക് മാറ്റുക. അതിനുശേഷം ആളെ ആശ്വസിപ്പിക്കുക. മറ്റേ ആശുപത്രിയിൽ പോയി ഫലപ്രദമായ ചികിത്സയുണ്ട്, പരിഭ്രാന്തനാകരുതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക. അതിനുശേഷം കഴിവതും കടിയേറ്റ ഭാഗം അനക്കാതെ ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക. പറ്റുമെങ്കിൽ നമ്മൾ എല്ലൊക്കെ പൊട്ടിയാൽ നമ്മളൊരു പലക വെച്ച് അത് കിട്ടുമല്ലോ, ആ ഭാഗം ചലനം കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ കെട്ടിപ്പോകുന്നതും ഉത്തമമാണ്. എത്രയും പെട്ടെന്ന് അശാസ്ത്രീയ മാർഗങ്ങളൊന്നും അവലംബിക്കാതെ നേരെ തന്നെ ആൻറ്റിവെനം ലഭ്യമായ ആശുപത്രിയിലേക്ക് പോവുക, രോഗലക്ഷണങ്ങൾ ഡോക്ടറോട് പറയുക എന്നിവയാണ് ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ യാതൊരു കാരണവശാലും നമ്മൾ ആ കടിവായിൽ വെച്ചിട്ട് വായിലൂടെ രക്തം വലിച്ചെടുക്കാൻ നോക്കുകയോ മുറിവ് വലുതാക്കാൻ നോക്കുകയോ അതിൻ്റെ മുകളിൽ മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും പുരട്ടാൻ നോക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിൽ മുറുക്കി കെട്ടണം എന്നില്ല. കെട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് നമുക്ക് ഗുണം കിട്ടുന്നില്ല, ദോഷം വളരെ അധികം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കെട്ടേണ്ട ആവശ്യവുമില്ല. ഡോക്ടർ പ്രേക്ഷകനെ വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഏത് പാമ്പാണ് കടിച്ചത് എന്ന് വ്യക്തമാകുന്നത് എങ്ങനെ, അത്തരം കാര്യങ്ങൾ ഡോക്ടർ തുടർന്നോളൂ. ഓക്കെ, അത് വിഷപ്പാമ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് മറ്റേ കടിവായിൽ നീരുണ്ടാവും, അവിടെ പിന്നെ രക്തചംക്രമണത്തെ ബാധിക്കും, അതുപോലെ തന്നെ നാഡീവ്യൂഹത്തെ ബാധിക്കും. ഇതൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ആൻറ്റിവെനം കൊടുക്കുന്നത്. ആൻറ്റിവെനം എന്നുള്ള ഈ പാമ്പിന് വിഷത്തിനെതിരെയുള്ള ബ്രഹ്മാസ്ത്രം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് കൃത്യമായ സമയത്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ആൻറ്റിവെനം കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഫലപ്രദമായി നമുക്ക് അതിൻ്റെ വിഷത്തിനെതിരെ നമുക്ക് ചികിത്സ ചെയ്യാൻ സാധിക്കുന്നു. ഈ ആൻറ്റിവെനം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മൾ കുതിരയിൽ നിന്ന് ചെറിയ വിഷത്തിൻ്റെ ഡോസ്, പാമ്പിൻ വിഷത്തിൻ്റെ ഡോസ് കുതിരയിൽ കൊടുത്ത് കുതിരയിൽ നിന്ന് ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിച്ച് ഈ ആൻറ്റിബോഡീസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ രോഗിക്ക് കൊടുക്കുന്നത്. പ്രധാനമായും 4 പാമ്പുകളാണ് കേരളത്തിൽ നമ്മൾ കാണുന്ന വിഷപ്പാമ്പുകളാണ് കാണുന്നത്. ഒന്ന് ക്രേറ്റ് അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ, അല്ലെങ്കിൽ കോബ്ര അല്ലെങ്കിൽ മൂർഖൻ, പിന്നെ വൈപ്പർ ബൈറ്റ്സ് പ്രധാനമായി 2 വിധത്തിലാണ് ഉള്ളത്. ഒന്ന് റസൽസ് വൈപ്പർ എന്ന് പറയും അണലി, പിന്നെയുള്ളത് സോസ്കേൽ വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ടമണ്ഡലി എന്ന് പറയും. ഈ 4 കടികളാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ 4 കടികൾക്കും നമ്മൾ കൊടുക്കുന്ന മരുന്ന് ഒന്ന് തന്നെയാണ്. 4 ഇതിനും പ്രതിരോധിക്കാൻ പറ്റുന്ന ആൻറ്റി സ്നേക്ക് വെനം എന്നുള്ള ഈ പ്രതിരോധ മരുന്നാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ഏത് പാമ്പ് കടിച്ചാലും ഈ പ്രതിരോധ മരുന്ന് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒന്ന് തന്നെയാണ്. എന്നാൽ ഈ ആൻറ്റിവെനത്തിൽ ഉൾപ്പെടാത്ത ചില പാമ്പ് വിഷങ്ങളുമുണ്ട്. അതായത് ഇപ്പോൾ രാജവെമ്പാല, പിന്നെ കടൽ പാമ്പുകൾ, പിന്നെ അതുപോലെ നമ്മൾ കുഴിമണ്ഡലി എന്ന് പറയുന്ന മണ്ഡലിയുടെ ഒരു പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന ഇത് വൈപ്പർ വിഭാഗത്തിലെ ഒരു പ്രധാനമായിട്ടും കേരളത്തിൽ കാണുന്ന പാമ്പ് കടിക്കുന്ന ഒരു വരുന്നൊരു കേസാണ് ഈ പിറ്റ് വൈപ്പർ ബൈറ്റ്സ്. അതിനൊന്നും ഈ ആൻറ്റി സ്നേക്ക് വെനം ഫലപ്രദമല്ല. ബാക്കി ഇത് വരുന്ന ഈ 4 പ്രധാന പാമ്പുകൾക്കെതിരെയും വളരെ ഫലപ്രദമാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്ന ആൻറ്റി സ്നേക്ക് വെനം. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. ഡോക്ടർ, നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, കണ്ണൂരിൽ നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാർ, നമസ്കാരം. ഹലോ, ചോദിച്ചോളൂ. എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാല്, പിന്നെ ചില വിഷമുള്ള പാമ്പ് പിടിച്ചു കഴിഞ്ഞാല് ഒരു പ്രത്യേക പീരീഡ് കഴിഞ്ഞാൽ വീണ്ടും ആ സ്ഥലം പഴുക്കുമെന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നുള്ള അറിയാനായിരുന്നു. ഇല്ല, അങ്ങനെ പഴുക്കുന്നതല്ല. അത് മറ്റ് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ട്. അത് ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ മുഖത്തേക്കുള്ള രക്തചംക്രമണം കുറയുന്നുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ അത് പഴുപ്പ് പോകാതിരിക്കുന്നത്. അല്ലാത്ത നമ്മൾ പാമ്പ് കടിച്ചിട്ടുള്ളത് അവിടെ നെക്രോസ്റ്റ് പാർട്ടാണെങ്കിൽ ശരിയായ ചികിത്സ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയമെടുത്ത് അത് ശരിയായിക്കൊള്ളും. അതങ്ങനെ തുടർച്ചയായിട്ട് അങ്ങനെ പഴുത്തുകൊണ്ടിരിക്കുന്ന ഒരിതില്ല. അതിന് അടിസ്ഥാനപരമായ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഹീൽ ആവുന്നതാണ്, സുഖപ്പെടുന്നതാണ്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ സംസാരിച്ചു, മറ്റ് ചികിത്സാ രീതികളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അതുപോലെ തന്നെ നൂതന ചികിത്സാ മാർഗങ്ങൾ അതെന്തൊക്കെയാണ്? ഇപ്പം നമ്മുടെ ചികിത്സയ്ക്ക് പ്രധാനമായിട്ടും പാമ്പുകടിയിൽ അണലി വർഗത്തിൽപ്പെടുന്നത് കിഡ്നി ഫെയിലിയർ ആണ് വരുന്നത്. അതിന് പല വിധത്തിലുള്ള ഡയാലിസിസ് മാർഗങ്ങളും നമ്മുടെ
ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും തന്നെ ലഭ്യമാണ്. ഡയാലിസിസ് വഴി കിഡ്നിയുടെ ജോലി താൽക്കാലികമായി മെഷീൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മിക്കവാറും പേരിലും ഒരു പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡയാലിസിസ് നമുക്ക് നിർത്തുവാനും പിന്നെ സാധാരണഗതിയിലേക്ക് രോഗിക്ക് തിരിച്ചു വരുവാനും സാധിക്കുന്നു. എന്നാൽ ചില കേസുകളിൽ വളരെയധികം ക്ഷതം കിഡ്നിക്ക് വന്നിട്ടുണ്ടെങ്കിൽ തുടർച്ചയായ ഡയാലിസിസിലേക്കും പോകേണ്ടി വരുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ക്രേറ്റ് ബൈറ്റ്, കോബ്ര ബൈറ്റ്, ഇതിനൊക്കെ ആണെങ്കിൽ നമ്മൾ വെന്റിലേറ്റർ സൗകര്യം വളരെ പ്രധാനമാണ്. ഇപ്പം വെന്റിലേറ്റർ സൗകര്യവും ഇപ്പം നമ്മുടെ പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വെന്റിലേറ്റർ സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിൻ്റെ പല വിധത്തിലുള്ള മോഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് വെന്റിലേറ്റർ വഴി ശ്വാസ തടസ്സം നേരിടാതെ നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെയും പല പുതിയതായിട്ടുള്ള പല മെത്തഡോളജീസും ഇപ്പം വരുന്നുണ്ട്. ഇപ്പം വിഷപ്പാമ്പാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽ ടെസ്റ്റുകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ അത് അത്ര പ്രാവർത്തികമായിട്ടില്ല. അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കടിച്ച പാമ്പ് വിഷപ്പാമ്പാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് ചില കെമിക്കൽ ടെസ്റ്റുകൾ വഴി കിഡ്നിയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ അത് ചെയ്തത് വഴി നമുക്ക് കിഡ്നിക്ക് ഡാമേജ് വരുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാനും ഡയാലിസിസ് അതുപോലെയുള്ള സംവിധാനങ്ങളുള്ള സ്ഥലത്തേക്ക് രോഗിയെ നമുക്ക് പറഞ്ഞു വിടാനും സാധിക്കുന്നുണ്ട്. ഡോക്ടർ, സാധാരണഗതിയിലുള്ള ഒരു പ്രേക്ഷകന്റെ സംശയമായി വളരെയധികം സ്നേക്ക് ബൈറ്റ് ഡെത്ത്സ് അല്ലേ? ഡോക്ടർ തുടർന്നോളൂ. ഇപ്പോൾ പണ്ടത്തേക്കാളൊക്കെ പാമ്പ് കടി നമ്മൾ വളരെയധികം നമ്മളിപ്പം കുറച്ച് വരുന്നുണ്ട്. അതിന് ഗവൺമെൻറ് തന്നെ വളരെ അധികം സ്റ്റെപ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. കഴിയുന്നതും ഒരു 2030 കൂടി പാമ്പ് കടി മൂലമുള്ള മരണം 0 എത്തിക്കാനാണ് ഇപ്പം നമ്മൾ നോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പാമ്പ് കടിച്ച ശേഷമുള്ള ഒരു ഗോൾഡൻ അവേഴ്സാണ്. ആ അവേഴ്സിൽ എത്രയും പെട്ടെന്ന് നമ്മൾ രോഗിക്ക് ഫലപ്രദമായ ഒരു ചികിത്സാ കേന്ദ്രം എത്തിക്കുകയും ആൻറ്റിവെനം ചെയ്യുകയാണെങ്കിൽ, ആൻറ്റിവെനം കൊടുക്കാൻ പറ്റുകയുമാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇത് കൊണ്ടുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പാമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിയുന്നതും പരിസരം നമ്മൾ ശുചിയായി സൂക്ഷിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ പാമ്പ് വരുന്നത് അത് ഇര തേടിയാണ് വരുന്നത്. അപ്പം എലിയും അതുപോലെ എലിയൊക്കെ കൂടുതൽ വരാൻ സാധ്യതയുള്ള മാലിന്യങ്ങൾ ചുറ്റുമുണ്ടെന്നുണ്ടെങ്കിൽ പാമ്പ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പലതരത്തിലുള്ള അശാസ്ത്രീയമായ ചിന്താഗതികളും ഇപ്പോഴും പാമ്പിനെ പറ്റി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വളരെ ഗൗരവമായ കാര്യമാണ്. സർപ്പശാപം പോലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാമ്പ് പകവെച്ച് വന്ന് കടിക്കും എന്നുള്ള കാര്യങ്ങൾക്കും വിശ്വസിക്കുന്ന പലരും ഉണ്ട്. പാമ്പിന് അങ്ങനെ ആളെ കണ്ടാൽ തിരിച്ചറിയാനുള്ള ഒരു വിവേചന ശേഷി ഒന്നുമില്ല. പാമ്പിനെ ആളെ കണ്ട് ഇപ്പം ഒരാൾ കല്ലെടുത്തെറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നയാൾ കല്ലെടുത്തെറിഞ്ഞയാൾ പോയിട്ട് കടിക്കുക എന്ന് അങ്ങനത്തെ ഉള്ള ഒരു ചിന്താഗതിയൊന്നും പാമ്പിന് ഉണ്ടാവില്ല. അത് പാമ്പിന് സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും പണലയൊക്കെ ആണെങ്കിൽ മുട്ടയിടയിൽ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും മറ്റുള്ള പാമ്പിൻ കുഞ്ഞുങ്ങളുമായിട്ട് വിവേചിച്ചറിയാൻ പറ്റാത്ത ഒരു ജീവിയാണ് പാമ്പ്. ഡോക്ടർ, നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ഗ്രേസ് ആണ്. ഗ്രേസ് ചോദിച്ചോളൂ. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ചില വ്യക്തികളെ 8ഉം 10ഉം പ്രാവശ്യമൊക്കെ പാമ്പ് കടിച്ചതായിട്ട് അറിയുന്നുണ്ട്. അത് എന്താണെന്ന് അറിയാൻ. അങ്ങനെ ശരിക്കും അങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ അങ്ങനെ പാമ്പിന് അങ്ങനത്തെ കഴിവൊന്നുമില്ല. അതായത് പാമ്പിനെ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ പ്രത്യേക ഒരാളത്തോട്ട് കൂടുതലായിട്ട് പകയോട് കൂടി അങ്ങനെയൊന്നും, അതെല്ലാം വളരെ അശാസ്ത്രീയമാണ്. അങ്ങനത്തെ ശാസ്ത്രീയമായ ഇതുവരെ അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടില്ല. പാമ്പിന് പ്രത്യേകിച്ച് ആരോടെങ്കിലും ദേഷ്യം വരുവോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരാളിന് പക വെച്ചിട്ട് അവരെ പോയി കടിക്കുക എന്നുള്ളതെല്ലാം ഒന്നും അശാസ്ത്രീയമായ കാര്യങ്ങളാണ്. അതിലൊന്നും അത് വിശ്വസിക്കേണ്ടതില്ല. പക്ഷേ ഒരു പ്രത്യേക രക്തഗ്രൂപ്പുകാരെ കടിക്കുമോ എന്നതാണ് പ്രേക്ഷകന്റെ സംശയം. ഇല്ല, അങ്ങനെയില്ല.
ഇപ്പം ആളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് നമുക്ക് തന്നെ അറിയാൻ സംശയമാണ്. അപ്പോൾ പാമ്പിനെ എങ്ങനെ അറിയും പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളതാണ്. പിന്നെ അതും ഇത്തരത്തിലുള്ള ഒരു തെളിയിക്കപ്പെടാത്ത ഒരു അശാസ്ത്രീയമായ ഒരു കാര്യമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക ബ്ലഡ് ഗ്രൂപ്പിനോട് പാമ്പിന് പ്രതിപത്തിയോ അല്ലെങ്കിൽ വിദ്വേഷമോ ഉണ്ടെന്നുള്ള കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ സാധാരണ ഒരു സംശയമാണ്, ഈ കടിച്ച പാമ്പിനെ പിടികൂടി ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ആക്ച്വലി അങ്ങനെ ചെയ്യേണ്ടതായിട്ടില്ല. എന്ന് വെച്ചാൽ പാമ്പിനെ പിടിക്കാൻ പോകുന്നത് തന്നെ വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ പാമ്പ് എഴിഞ്ഞു പോകുമ്പോൾ അതിനെ പിടിക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കടി കിട്ടിയിട്ട് പിന്നെയും ബുദ്ധിമുട്ടുകൾ വരികയാണ് ചെയ്യുക. അതുകൊണ്ട് യാതൊരു കാരണവശാലും അതിന് വേണ്ടിയിട്ട് തുനിയേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പാമ്പിനെ കൊണ്ടുവരുന്നതിനേക്കാളും അത് വിഷപ്പാമ്പ് ഇത് കൊണ്ടുവന്ന പാമ്പ് ഇപ്പോൾ മൂർഖനായിക്കോട്ടെ അണലിയായിക്കോട്ടെ എന്നിരുന്നാലും നമ്മൾ ആൻറ്റിവെനം കൊടുക്കുന്നത് രോഗലക്ഷണങ്ങൾ പാമ്പിൻ വിഷം കയറിയിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിൽ കോയാഗുലേഷൻ ടെസ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ കടിച്ചത് ചിലപ്പോൾ ഡ്രൈ ബൈറ്റ്സ് ആവാം. ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, രാമകൃഷ്ണൻ തൃശ്ശൂരിൽ നിന്നാണ്. രാമകൃഷ്ണൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം സാറേ. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ നമസ്കാരം. എനിക്ക് രണ്ട് സംശയമാണ്. ഒന്ന്, നമ്മൾ ഈ പാമ്പ് കടിച്ച മുറി ഭാഗം ബ്ലേഡുകളോ മറ്റുള്ളത് ഉപയോഗിച്ച് ബ്ലഡ് കളഞ്ഞു കഴിഞ്ഞാൽ വെനം കയറില്ല എന്ന് പറഞ്ഞു. പിന്നെ മറ്റൊന്ന്, എവിടെയൊക്കെയാണ് ഈ ആന്റിവെനം ലഭ്യമായിട്ടുള്ളത്? തൃശ്ശൂർ ജില്ല മെഡിക്കൽ കോളേജിലും എല്ലാം ലഭ്യമാണോ അതോ മറ്റേ താലൂക്ക് ആശുപത്രികളിലും ലഭ്യമാണോ? അപ്പം ആദ്യം പറഞ്ഞത് മറ്റേ മുറിവുണ്ടാക്കുന്നുണ്ട്. അത് ലോജിക്കലായിട്ട് ചിലർ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ പാമ്പ് കടിയേറ്റ ഭാഗത്ത് നമ്മൾ പെട്ടെന്ന് ബ്ലേഡ് കൊണ്ട് മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ അതിലൂടെ രക്തം കുറേ പോകും, അപ്പോൾ പാമ്പിൻ്റെ വിഷം കയറുന്ന അളവ് കുറയുമെന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അത് വളരെ അശാസ്ത്രീയമാണ്. എന്ന് വെച്ചാൽ പാമ്പിൻ്റെ പല്ലുകൾ കുറച്ച് നീളമുള്ളതാണ്. ഇപ്പം അണലിയുടെ ആണെങ്കിൽ 4 മില്ലിമീറ്റർ 15 മില്ലിമീറ്റർ വരെയും കോബ്രയുടെ 4 മില്ലിമീറ്റർ നീളത്തിലുള്ളതാണ്. അത് മറ്റേ സ്കിന്നിലേക്ക് ആഴത്തിൽ അത് കൊണ്ടുപോയിട്ട് ഇഞ്ചക്ട്, നമ്മൾ സാധാരണ ഇഞ്ചക്ഷനൊക്കെ ചെയ്യില്ല, അതുപോലെ ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് ആഴത്തിലുള്ള മുറിവാണ്. അപ്പം അതിൽ ബ്ലേഡ് കൊണ്ട് വെച്ചിരുന്നത് അത് അപ്പം തന്നെ പെട്ടെന്ന് അത് ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ മുറിച്ചിട്ട് ബ്ലഡ് കളഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നും കിട്ടുന്നില്ല. ആ മുറിവ് കൂടുതൽ ഉണ്ടാവാനും അതിലൂടെ രക്തത്തിൻ്റെ നഷ്ടപ്പെടുന്നത് കൂടാനും ഇൻഫെക്ഷൻ ആവാനും കാരണമാവുന്നു എന്നല്ലാതെ ബ്ലേഡ് കൊണ്ട് വെച്ച് കീറിയതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ആന്റിവെനം എവിടെ കിട്ടുമെന്ന്, താലൂക്ക് ആശുപത്രിയിൽ ലഭിക്കുമോ? ആൻറ്റിവെനം കിട്ടും. ഇപ്പോഴത്തെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെല്ലാം ആൻറ്റിവെനം ലഭ്യമാണ്. അല്ലാത്ത താലൂക്ക് ഹോസ്പിറ്റലുകളിലും കുറേ താലൂക്ക് ഹോസ്പിറ്റലിലും അത് ലഭ്യമാണ്. പിന്നെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഒരു മേജർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെല്ലാം അത് ലഭ്യമാണ്. പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചാലും അതിൻ്റെ വിവരങ്ങൾ കിട്ടുന്നതാണ്. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. പാമ്പ് കടിയേറ്റാൽ ഉടൻ എന്ത് ചെയ്യണം, പാമ്പ് വിഷബാധയ്ക്ക് പ്രാഥമിക ശുശ്രൂഷകൾ എന്തൊക്കെയെന്നതിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേർന്നത് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മനു മാത്യൂസ് ആണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടർ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.